ഇന്ന് നമ്മൾ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടി എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ടിക്കറ്റിന് 120 രൂപയാണ് റേറ്റ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ എക്സ്പോ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുക കേട്ടോ. ഒരു ടണൽ പോലത്തെ ഒരു വഴി കൂടെയാണ് നമ്മൾ കയറുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ നടന്നു പോകുമ്പോൾ തന്നെ തൊട്ടപ്പുറം തന്നെയായിട്ടാട്ടോ ഓരോ ടാങ്കുകളിൽ ഓരോ ഫിഷുകളെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ, റഷായിരുന്നു. അധികം തിരക്കില്ലാത്തൊരു സമയത്ത് പോകണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അപ്പുറം ഇപ്പുറം പല വെറൈറ്റി തരത്തിലുള്ള ഫിഷുകളെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ മീനിൻ്റെ പേരുകളൊന്നും ഇവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഏത് മീനാണെന്നും നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ലെഫ്റ്റ് സൈഡിലായിട്ട് സിലിണ്ടർ ടാങ്കിൽ മീനുകളെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഫിഷുകളാട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ ടാങ്കിൽ തന്നെ അതിനേക്കാൾ ഒരുവിധം വലിയ ഫിഷുകൾ, ഇതൊന്നും അധികം ഉണ്ടായില്ല കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ടാങ്കിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഫിഷൊക്കെ, അതൊക്കെ കാണാൻ കുറച്ച് ഭംഗിയുണ്ടായിരുന്നേ. മറ്റേ ഫിഷൊന്നും കാണാൻ ഭംഗിയുണ്ടായിരുന്നില്ല. ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഫിഷായിരുന്നു. അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ചും കൂടി വലിയ ഫിഷുകളാട്ടോ വച്ചിരുന്നത്. അതും സിലിണ്ടർ ടാങ്കുകളിൽ തന്നെയാട്ടോ കുറച്ചും കൂടി വലിയ ഫിഷുകളെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ അപ്പുറത്തെ സൈഡിലായിട്ട് ഈ വലിയ വലിയ ഫിഷുകളിൽ ഇതുപോലത്തെ ഈ കുറച്ചും കൂടി പരന്ന രീതിയിലുള്ള ഫിഷുകളാട്ടോ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സിലിണ്ടർ ടാങ്കിൽ കുഞ്ഞു കുഞ്ഞു ഫിഷുകളാട്ടോ വെച്ചിരിക്കുന്നത്. ഈ ഫിഷാണെങ്കിൽ പല കളറിലൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലൂറസെൻറ്റ് പച്ച, പിന്നെ വയലറ്റ്, പിങ്ക്, റോസ്, അങ്ങനെ കുറേ കളറിലുള്ള ഫിഷുകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഈ ഫിഷുകൾ കാണാൻ. ഇത് നമ്മൾ തൊടുമ്പോൾ തന്നെ ഇത് നീങ്ങി നീങ്ങി പോകും കേട്ടോ. ബാക്കി ഫിഷുകളൊന്നും അങ്ങനെ തൊടുമ്പോഴൊന്നും പോകില്ല, ഒരു പേടിയില്ലാത്ത ഫിഷുകളായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഈ മീനുകളൊക്കെ നമ്മൾ തൊടുമ്പോൾ തന്നെ നീങ്ങി നീങ്ങി പോകുന്നതുകൊണ്ട് പിന്നെ കുറേ നേരം നമ്മളവിടെ നിന്നിട്ടോ. അത് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനത്തെ വലിയ ഫിഷുകളാട്ടോ ഉണ്ടായിരുന്നത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇങ്ങനത്തെ ഗോൾഡൻ കളറിലുള്ള ഫിഷുകളൊക്കെ ഉണ്ടായി. ഇത് പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ ടണൽ രൂപത്തിലാട്ടോ ഫിഷുകളുള്ളത്. അതിൻ്റെ അവിടെ ഈ ഫിഷ് കണ്ടോ. ഈ ഫിഷ് എപ്പോഴും നമ്മൾ കൈവച്ച് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ വാ തുറന്ന് കാണിക്കും കേട്ടോ. ഈ ഫിഷ് നല്ല രസമായിരുന്നു. കുറേ നേരം അവിടെ നിന്ന് ഈ കൈവച്ച് കൊടുത്തിട്ടോ ഈ ഫിഷിനെ കണ്ടപ്പോൾ. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി പോകുമ്പോൾ കുറച്ചും കൂടി വലിയ മീനുകളാട്ടോ ഉള്ളത്. ഇതിൻ്റെ ഒന്നും പേര് നമുക്കറിയാൻ പാടില്ല, കാരണം പേരൊന്നും അവർ ഇതുവരെ എഴുതി വെച്ചിട്ടില്ല, അവിടെ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടി വലിയ ഫിഷുകളുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലത്തെ പല കളറിലുള്ള ഫിഷുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അപ്പുറത്തെ കുറച്ചും കൂടി അങ്ങ് പോകുമ്പോൾ ടാങ്കിലായിട്ട് നമ്മുടെ മത്സ്യകന്യക എന്നൊക്കെ പറയും ആളിത് അവിടെ നിന്ന് എല്ലാവരും നോക്കി ടാറ്റ കൊടുക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു ഇത് കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് ആ ടാങ്കിൽ തന്നെ വേറെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ ഇതുപോലത്തെ എക്സ്പോകളാട്ടോ. ഇതെന്ന് പറഞ്ഞാൽ വയറ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനൊക്കെ വേണ്ടിയുള്ള സാധനങ്ങളാണ്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ബുക്ക് സ്റ്റാളുകളുണ്ട്. ആ ബുക്ക് സ്റ്റാളിൽ നിന്ന് തൊട്ടപ്പുറത്ത് തന്നെ അടുത്തതായിട്ട് നമുക്ക് ചെടികൾ ഇട്ടോ, ഇഷ്ടംപോലെ റോസാ ചെടിയും അങ്ങനെ ഓരോ ചെടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോൾ കത്തികൾ, പിന്നെ വീട്ടിലേക്ക് വേണ്ട പല പല സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് മാല, കമ്മൽ, വള, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കേട്ടോ. റേറ്റ് കുറച്ച് കൂടുതലാട്ടോ. ഞാൻ ഓരോ മാലയ്ക്കും ഈ കമ്മലിനൊക്കെ ചോദിച്ചപ്പോൾ 250, 300 അങ്ങനത്തെ റേറ്റൊക്കെ കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞത് അതിൻ്റെ ഇപ്പുറത്ത് തന്നെയായിട്ട് ഓരോരോ വീട്ടിലേക്ക് വേണ്ട ഓരോരോ സാധനങ്ങളാട്ടോ. ആ പച്ചൻ ഈ വാട്ടർ ഗണ്ണ് ഇത് നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം ഇതും കയ്യെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലതാണോ ചീത്തയാണോ ഒന്നും അറിയാൻ പാടില്ല, ആ രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പല രീതിയിലുള്ള പല സാധനങ്ങളുണ്ട് കേട്ടോ. ചട്ടികളുണ്ട്, പിന്നെ കപ്പ്, പ്ലേറ്റ്, പിന്നെ ഈ നാരങ്ങ പീണ സാധനം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് തന്നെ സെറ്റ് മുണ്ടിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഓണമൊക്കെ പ്രമാണിച്ചായിരിക്കും സെറ്റ് മുണ്ടകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ സെറ്റ് മുണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലായിട്ട് വീണ്ടും കമ്മലിൻ്റെ കേട്ടോ. ഇത് 50 രൂപ കമ്മലാട്ടോ. അതിൽ നിന്ന് ഈ തൊട്ട കമ്മൽ ഞാൻ എടുത്തു കേട്ടോ. നല്ല കമ്മലായിരുന്നേ, എനിക്കിഷ്ടപ്പെട്ടു. അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കമ്മലായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇതൊക്കെ മൊത്തം 50 രൂപ കമ്മലാട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ ഇതുപോലെ പോപ്പിറ്റിൻ്റെ ബാഗൊക്കെ ഉണ്ട് കേട്ടോ. ബാഗ് മാത്രമല്ല, അവിടെ ഇതുപോലത്തെ ഈ ക്ലിപ്സ് കണ്ടത് ഇത് നല്ല ഭംഗിയില്ല. ഇതും 50 രൂപയാണ്. ഇതും ഞാനെടുത്തു. പിന്നെ ഓരോരോ ചെറിയ ക്ലിപ്സിനൊക്കെ 40 രൂപ, 50 രൂപ, 60 രൂപ അങ്ങനത്തെ റേറ്റ് ആട്ടോ ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അലുവയുടെ വിലയൊന്നും നമ്മൾ ചോദിച്ചില്ല കേട്ടോ. അലുവ നമ്മൾ മേടിക്കില്ല, നമുക്ക് അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് അലുവയൊന്നും മേടിച്ചില്ല. നേരെ നമ്മൾ പോയി. അടുത്തത് അവിടെ വരുന്നത്
അലുവയുടെ കട കഴിഞ്ഞ് വരുന്നത് ഓരോ ചെരുപ്പുകളാട്ടോ. ഈ ഹിന്ദിക്കാരുടെയൊക്കെ ചെരുപ്പില്ലേ, അങ്ങനത്തെ ചെരുപ്പാണ്. അത് കഴിഞ്ഞിട്ട് ദേ അജറക്കിൻ്റെ മെറ്റീരിയലും പിന്നെ കുർത്തകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ദേ ഫോണിൻ്റെ കേസാട്ടോ. ഫോൺ കേസുകൾ, ഏത് ഫോൺ എടുത്താലും അതിൻ്റെ കേസുകൾ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ കുറേ ഫോണിൻ്റെ കേസുകൾ ചുമ്മാ ചോദിച്ചു, പക്ഷേ എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ജഗ്ഗിൻസ്, 100 രൂപയുടെ ജഗ്ഗിൻസ് കേട്ടോ, നല്ല ജഗ്ഗിൻസാണ്. അത് കഴിഞ്ഞ് ഇതേ നമ്മുടെ വണ്ടിയിലൊക്കെ വെക്കാവുന്ന തരത്തിലുള്ള സാധനങ്ങളില്ലേ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഈ ഗ്യാസ് സേവ് ചെയ്യണ സാധനം കേട്ടോ. 250 രൂപ കേട്ടോ വില. ഇത് നമ്മുടെ ഗ്യാസിൻ്റെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഗ്യാസ് സേവ് ചെയ്യാന്ന് കേട്ടോ പറയുന്നത്. പിന്നെ ഇത് ഈ ബ്രഷ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസറ്റ്, പിന്നെ അതുപോലെ വാഷ് ബേസിൻ്റെ മൂല, അതൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലത്തെ ഈ ജൈൻറ്റ് വീലും കളിക്കുന്ന സാധനങ്ങളൊക്കെ കേട്ടോ ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ നേരത്തെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. അവിടെ നിന്ന് നമ്മൾ ഓരോ ബജ്ജിയൊക്കെ കഴിച്ചു, പക്ഷേ ഭയങ്കര റേറ്റ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ കുഴിപ്പള്ളി അല്ല കേട്ടോ, വൈപ്പിൻ ബീച്ചിലേക്കാട്ടോ നമ്മൾ പോയത്. ഒരു 6 മണിയൊക്കെ ആയിപ്പോട്ടോ പോയത്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിൽ പോയിട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബാക്കി പിന്നെ കാണാം.